ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ജയിലിലായവർക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് ഓരോരുത്തർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോടതി പറയുന്നത് ഇക്കാര്യത്തിനകത്ത് ആശങ്ക വേണ്ട, ആരും രക്ഷപ്പെടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഇപ്പം മുരാരി ബാബു വന്നു, ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അകത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തും. അപ്പോൾ പലതും വിളിച്ചു പറയും എന്നുള്ള ഒരു ഭയവും ഈ CPM-നകത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കോടതിയിനകത്ത് പറയുന്നത് ഇത് വളരെ സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. സ്വർണമാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണം മറ്റ് ഈ കൊലപാതകത്തിൻ്റെ അന്വേഷണം പോലെ വേറൊരു തരത്തിലൂടെ പെട്ടെന്നോ ഒന്നും പരിഹരിച്ചെടുക്കാവുന്നതല്ല. ഇതിനകത്ത് കുറച്ച് സാങ്കേതിക വശങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നീണ്ടുപോകുമ്പോൾ ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ളൊരു പഴുതു കൂടിയാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ജഡ്ജിയാണ്, ഹൈക്കോടതി ജഡ്ജി. അതെ, അദ്ദേഹമാണല്ലോ പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിശ്വസിക്കാൻ സാധ്യമല്ലല്ലോ. പക്ഷെ ജനങ്ങളുടെ ആശങ്ക മറ്റൊരു ഭാഗം നിൽക്കുന്നുണ്ട്. കാരണം അന്വേഷണം കേരള പോലീസല്ലേ, ആർക്കെതിരെയാണ് അന്വേഷണം? ഭരണക്കാർക്ക്. എന്തുകൊണ്ട് കൃത്യമായിട്ട് സമയം വെച്ചിട്ട് കൊടുത്തില്ല? അപ്പം അതും കൂടിയുണ്ട്. ഏറ്റവും പ്രമുഖനായുള്ള ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിലാണ് എന്ന് ജഡ്ജി പറയുന്നുണ്ട് അന്വേഷണം. പക്ഷെ അത് അത്ര മുഴുവൻ ജഡ്ജി പറയുന്ന തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷെ എന്നാലും ശരി, ജനങ്ങളെ വിശ്വസിക്കണ്ടേ മുഴുവനായിട്ട്? ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിശ്വാസം വേണ്ടേ? അത് നോക്കുന്ന സമയത്ത് പിന്നീട് രക്ഷപ്പെടില്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ വാദം നടക്കണ്ടേ? തെളിവുകൾ മുഴുവൻ നോക്കണ്ടേ? തെളിവ് കിട്ടിയ എന്നുള്ളത് വിശ്വാസത്തിലാണല്ലോ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മുഴുവൻ നോക്കിയോ? ഇതൊരു പ്രധാനപ്പെട്ടൊരു സാധാരണ ജനങ്ങൾ, നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്ന ആ ചിന്തയിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ഇവർ ശിക്ഷിക്കപ്പെടും? ഇതിനെല്ലാം സംബന്ധിച്ചിട്ട് ഇനി നോക്കൂ, തെരഞ്ഞെടുപ്പാണ് വരാൻ പോണത്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എല്ലാവരുടെ ശ്രദ്ധ തെരഞ്ഞെടുപ്പ് വഴിയാക്കും. ആകെ ഇത് മുന്നോട്ട് കൊണ്ടുവരേണ്ട പ്രതിപക്ഷം അവരും ഇതിൽ തെരഞ്ഞെടുപ്പിൻ്റെ അകത്താണ്. അവരിതിൽ ഏതെങ്കിലും വിഭാഗത്തിൽ പ്രതികളാണല്ലോ. അപ്പം പറയുന്നത് അവരാരും പിടിച്ചു കൊണ്ടുപോയിട്ടില്ലെങ്കിലും അവരിൽ ഈ ചിന്തകളോട് കൂടുതൽ ആൾക്കാരുണ്ട് ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെ കാരണം ഭരണകക്ഷി പറയുന്നുണ്ടല്ലോ, സോണിയയിലേക്ക് പോയിട്ടുണ്ട്, അടൂർ പ്രകാശനിലേക്ക് പോയിട്ടുണ്ട്, VS ശിവകുമാറിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ സണ്ണി ജോസഫിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഭരണകക്ഷി പറയുന്നു ഇവിടുത്തെ. അപ്പം അതും ഒരു പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയാരും പുതിയ പുതിയ കവിതകൾ രംഗത്ത് വരും, പുതിയ പുതിയ തിരുവാതിര കളികൾ വരും. ഇതൊക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതൊന്നും ചിന്തിക്കാതെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകാനും ചാൻസ് ഉണ്ട്. ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടാണ്. അതുകൊണ്ട് തന്നെ ജനശ്രദ്ധയും അങ്ങോട്ടായിരിക്കും. ജനങ്ങളുടെ ശ്രദ്ധ ഇനി തെരഞ്ഞെടുപ്പിലേക്കാണല്ലോ, സാധാരണ എല്ലാ ജനങ്ങളുടെയും. ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണല്ലോ പോലീസിന് കാര്യമായുള്ള ഇത്തരം കേസുകൾ കേട്ടോ. അല്ലാതെ കൊലപാതകം, നേരത്തെ പറഞ്ഞതുപോലെ കൊലപാതകമോ ഇവരൊക്കെ ആണെങ്കിൽ അവരിതിൻ്റെ ഇടയിൽ അതും കൂടി നോക്കും. പക്ഷെ ഇതിൽ എല്ലാ വിഭാഗം ആൾക്കാരും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അവരുടെ ശ്രദ്ധ അങ്ങോട്ടാകാൻ വഴിയുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും വഴിയുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി പറയുന്നത് സത്യമായിരിക്കും, ഹൈക്കോടതി ആണല്ലോ അവസാനം ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പം അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, രണ്ടും എല്ലാവരും ആയി തീരാൻ, രക്ഷപ്പെടാൻ. പക്ഷേ ഇത് കൃത്യമായും ജനത്തിനറിയാം ഒന്നാന്തരം പകൽക്കൊള്ളയാണ് നടന്നതെന്നും. ഇത് കാരണം ഇതിനകത്തുള്ള മറ്റൊരു വശമെന്ന് പറയുന്നത് സ്വർണമാണ്. കൊണ്ടുപോയി ഇതിനെ ഉരുക്കി മറ്റ് പല രൂപത്തിലുമൊക്കെ മാറ്റിയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അന്വേഷണത്തിനകത്ത് പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത്. സൂക്ഷ്മമായുള്ള അന്വേഷണത്തിൻ്റെതായുള്ള രേഖകൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാദം നടക്കുക.
ആ. അതിൻ്റെ അടിസ്ഥാനത്തിലേ വിധി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ സമയം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. അതെ, സത്യസന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണല്ലോ. സ്വർണം ഉരുക്കി മറ്റു ഉരുപ്പടികളാക്കി എന്ന് പറയുമ്പോൾ അതൊരു തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതില്ല അവരുടെ കയ്യിൽ നിന്നുള്ള ഉറപ്പല്ലേ. സ്വർണ്ണപ്പാളിയിലുണ്ടായിരുന്ന ഇതിലുണ്ടായിരുന്ന പാളിയിലുണ്ടായിരുന്ന സ്വർണം അതേതായാലും ഒരു പൊളിച്ചങ്ങനെ ആക്കി വെച്ചിട്ടില്ല. അതുറപ്പല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിലയിൽ ഈ സ്വർണത്തിൽ മറ്റൊരു രൂപമായി മാറിക്കഴിഞ്ഞു ഇപ്പം തന്നെ ഇത്. പിന്നെ ഇന്നത്തെ വില എന്താ ഇതിൻ്റെ? ആ സമയത്ത് മോഷ്ടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നേക്കാൾ 100% കൂടുതൽ വില കൂടിയിട്ടുണ്ട് ഇപ്പം. 18-ന് ശേഷം. 18 ശേഷമുള്ള വില കുതിപ്പല്ലേ? അല്ല, കുതിപ്പാണ്. പക്ഷെ ഇത് അതിൻ്റെ മുമ്പാ നടത്തിയിരിക്കുന്ന പലതും. ഇതെല്ലാം കൂടി നോക്കുമ്പം ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഇപ്പോഴും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വിറ്റാൽ പോലും കോടികളാണ്. കേസ് നശിപ്പിക്കാനുള്ള എല്ലാ സംഗതി അതിൽ കൂടി തന്നെ കിട്ടും. ഇവരൊക്കെ അതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ കേസ് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുമോ, ഇവർ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഈ കടകംപള്ളിയെ പോലും പോറ്റിയെയും ഇനി ഇഡി ചോദ്യം ചെയ്യും എന്നാണ് വന്നിരിക്കുന്നത്. പറയുന്നതാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്യും. കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിൽ ഇവിടുത്തെ എല്ലാവരും വ്യക്തമായിട്ട് പറയുന്നതല്ലേ. കടകംപള്ളി ഘടകവിരുദ്ധമായിട്ടല്ലേ പറഞ്ഞത് മുഴുവൻ. ആദ്യം പറഞ്ഞതല്ലോ, പിന്നെ പറഞ്ഞതല്ലോ ആദ്യം പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങൾ. അതെ, ഇതൊന്നും കടകംപള്ളി മറച്ചു വെച്ചില്ല. ഞാൻ കണ്ടില്ല, പോയില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പോയി എന്ന് പറഞ്ഞു. സാധാരണ ഒരു കൊച്ചുകുട്ടിയാണ് കള്ളം പറയുന്നതെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് അത് പറയും, ആസൂത്രണം ചെയ്ത്. അതുപോലും കാണിച്ചില്ല എന്നുള്ളതാണ് കള്ളം പറയുന്നത്. ഇതൊക്കെ അയ്യപ്പൻ തോന്നിപ്പിക്കുന്നതായിരിക്കും ഇങ്ങനെ മതി എന്നുള്ളത്. ഭഗവാൻ അയ്യപ്പൻ അതിൽ നല്ലൊരു പങ്കുണ്ട് തെളിവ് കൊണ്ടുവരാൻ. ആ തെളിവ് ആകുന്നതോടാണ് നീ നിങ്ങളെ ഏറ്റെടുക്കോ എന്നുള്ള രീതിയിൽ അയ്യപ്പൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ്റെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും ഇതെല്ലാം എന്നാണ് തോന്നുന്നത്. അല്ല, ഇതിനകത്ത് അതുപോലെ തന്നെ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്ന PS പ്രശാന്തിൽ പോലും സംശയം നിൽക്കുന്നുണ്ട്. കാരണം പ്രശാന്ത് ഇരിക്കുന്ന സമയത്താണ് ഈ ദ്വാരപാലകരിൽ നിന്ന്, ഈ ശില്പത്തിൽ നിന്ന് ഈ പാളികൾ ഇളക്കുന്നതും മറ്റും. അപ്പോൾ ബോർഡ് പ്രസിഡന്റിന് ഇതിനകത്ത് നിർണായക ഉറപ്പല്ല. ഇതൊന്നും അറിയാതെ ചെയ്യാൻ സാധിക്കുമോ? ഇതിൽ അവിടെ ഉണ്ടായിരുന്ന സർവ്വ ആൾക്കാർക്കും താഴെ കിടക്കൾക്ക് ഉണ്ടാവില്ല, മുകളിലുള്ള എല്ലാവർക്കും പങ്കുണ്ടെന്ന് ഉറപ്പല്ലേ. ഇവരറിയാതെ പോവുക. ഇനി അഥവാ പങ്കാളിയായില്ലെങ്കിൽ എന്തുകൊണ്ടത് അറിഞ്ഞിട്ട് പുറത്ത് പറഞ്ഞില്ല? അതെ, ഇത് അടുത്ത സ്പെഷ്യൽ ഓഫീസർ അവിടെ ചെല്ലേണ്ടി വന്നില്ല ഇത് കണ്ടുപിടിക്കാൻ. അതുകൂടി ഉണ്ടായിരുന്നില്ലെങ്കിലോ ജയകൃഷ്ണൻ എന്ന ജഡ്ജി സ്പെഷ്യൽ ഓഫീസറായ സമയത്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഇതറിയാത്തത് കൊണ്ടാണോ? പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രശാന്തിന് ഇതറിയില്ലേ? പിന്നെ തന്ത്രിക്ക് അറിയില്ലേ? തന്ത്രിക്ക് കൃത്യമായ റോള് ഉണ്ടല്ലോ. കാരണം ഇതിനകത്ത് അനുജ്ഞ വാങ്ങുക എന്നുള്ളൊരു കൃത്യമുണ്ട്. അത് വാങ്ങിച്ചില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണ്ടേ? അപ്പം ഇതിൽ പങ്കാളികളാകാത്ത ആരും തന്നെ ഇപ്പം ജനമധ്യത്തിൽ അറിയപ്പെടുന്ന ഈ കേസിൻ്റെ കാര്യത്തിൽ ആരുമില്ല. അപ്പോൾ ഇവർക്കൊക്കെ ഇതിൽ എന്തെങ്കിലും ചെറുതാനില്ലെങ്കിലും വലുതാണെങ്കിലും ഏതായാലും പങ്കുണ്ട്. പ്രശാന്തിനൊക്കെ ഉറപ്പല്ലേ? പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തല്ലേ ഇതിപ്പം മുഴുവൻ കാര്യങ്ങളും സ്വർണ്ണപ്പാളിയുടെ കാര്യങ്ങൾ മുഴുവൻ പുറത്തു വന്നത്. അതിന് മുമ്പ് പിന്നെ ഈ ചാർജ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ലേ? ഓരോരുത്തരും ചാർജ് ഇപ്പം തിരുവാഭരണ എക്സിക്യൂട്ടീവ് ഓഫീസർ കമ്മീഷണറുടെ അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കണ്ടേ അവിടുത്തെ കാര്യം? സ്റ്റോക്ക് ഇത് നോക്കണ്ടേ? അപ്പം ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നത് തെറ്റാ. എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് നേരിട്ടിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കില്ല പങ്ക്, ഓരോരുത്തരും സെപ്പറേറ്റ് പങ്കായിരിക്കും. ഈ പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്യുന്ന ചില കാര്യമുണ്ട്, ഇൻ്റലിജൻസ് ഒക്കെ ഒരു കാര്യം ചെയ്യുന്ന മറ്റേ ആളറിയില്ല. പക്ഷേ എല്ലാവരും കൂടി ചേരുന്ന സമയത്ത് എല്ലാവർക്കും പങ്കുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കളവ് മുതൽ എടുക്കുന്ന കാര്യത്തിലും കളവ് നശിപ്പിക്കുന്ന കാര്യത്തിലും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുണ്ടാവില്ല, പക്ഷേ എല്ലാവർക്കും പങ്കുണ്ട് താനും.
ജീവിതത്തിലൊക്കെ ആവും, അങ്ങനെ സംഭവിക്കാം. കാരണം രാഷ്ട്രീയത്തിൽ കള്ളം കളിച്ച് പരിചയിച്ചവരാണ്. അപ്പോൾ പുതിയ വഴിത്തിരിവ് ഉണ്ടാകും എന്ന് തന്നെ കണക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട് അവിശ്വസിക്കേണ്ട, അതെ, പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.